Hello everyone. ഇന്നിപ്പോൾ ഞാൻ കാണിക്കാൻ പോണത് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തോരനാണ്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ക്യാബേജ് 1 കപ്പ്, പിന്നെ ഗ്രീൻ പീസ് അത് 1/2 കപ്പ്. ഇത് ഫ്രഷ് ഗ്രീൻ പീസ് ആണ്. ഡ്രൈ ഗ്രീൻ പീസ് ആണെങ്കിൽ ഒന്ന് വേവിച്ചെടുക്കണം. ഫ്രഷ് ആകുമ്പോൾ ക്യാബേജിന്റെ കൂടെ തന്നെ ഇതങ്ങൾ വെന്ത് കിട്ടിക്കോളും. തേങ്ങ 4 ടേബിൾ സ്പൂൺ, പിന്നെ കടുക് 1 ടീസ്പൂൺ, വറ്റൽമുളക് 2 എണ്ണം, ഉഴുന്നുപരിപ്പ് 1 ടേബിൾ സ്പൂൺ, കറിവേപ്പില ആവശ്യത്തിന്, കായപ്പൊടി 1 പിഞ്ച്, പിന്നെ നമ്മുടെ ഉപ്പ് ആവശ്യത്തിന്, എണ്ണ 1 ടേബിൾ സ്പൂൺ. ഇനി നമ്മളുടെ തോരൻ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തോരനാണ്. വെളിച്ചെണ്ണ ചൂടാകുമ്പോഴത്തേക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയാൽ ഉടനെ നമുക്ക് കായപ്പൊടി 1 പിഞ്ച് കായപ്പൊടി ഇതിലേക്കൊന്ന് ചേർക്കാം. ഇത് കഴിഞ്ഞ് ഉഴുന്ന് പരിപ്പ്. ഈ സമയത്ത് ഫ്ലെയിം ലോ ആക്കുക, അല്ലെങ്കിൽ ഇതെല്ലാം കരിഞ്ഞു പോവും. വറ്റൽമുളക്, കറിവേപ്പില. ഈ ഉഴുന്ന് പരിപ്പ് ഒന്ന് മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളുടെ ക്യാബേജ് ഒന്ന് ഇട്ട് കൊടുക്കുക. ക്യാബേജ് ഇട്ടിട്ട് നമുക്ക് കുറച്ച് ഉപ്പ്, അതൊന്ന് വേഗം വെന്ത് കിട്ടാനായിട്ട് ഒന്ന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇതിപ്പം ലോ ഫ്ലെയിമിൽ തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ വെള്ളമൊന്നും ഒഴിക്കണില്ല അതിലേക്ക്. അടച്ച് വെക്കുമ്പം ഫ്ലെയിം ലോ ആയിരിക്കണം, കാരണം നമ്മൾ വെള്ളം ചേർക്കുന്നില്ല, അതുകൊണ്ട് കരിഞ്ഞു പോവാതെ നോക്കണം. ഇപ്പോൾ 1 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഗ്രീൻ പീസും അതേപോലെ തേങ്ങ അവിടൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ സമയത്ത് ഉപ്പ് വേണമെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കുക. മുമ്പ് നമ്മൾ ആ ക്യാബേജിൻ്റെ കൂടെ ഇട്ടിട്ടേ ഉള്ളൂ ഉപ്പ്, കുറച്ചൊന്ന് ചേർക്കുക. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. കാരണം ഇതെല്ലാം ഒന്ന് വെന്ത് കിട്ടണ്ടേ. പക്ഷെ ലോ ഫ്ലെയിം ആവണം, കാരണം നമ്മൾ വെള്ളം ഒട്ടും ഇതിനകത്ത് ചേർത്തിട്ടില്ല. ഒരു 2-3 മിനിറ്റായി ഞാനത് അടച്ചു വെച്ചിട്ട്. ക്യാബേജും ഗ്രീൻ പീസും എല്ലാം ഒന്ന് വെന്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മളുടെ തോരനിവിടെ റെഡി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം എല്ലാം കൂടെ എനിക്കൊരു 10 മിനിറ്റ് എടുത്തിട്ടുള്ളൂ. ഇത് അരിയാനും എല്ലാം കൂടി ആയിട്ട് ഒരു 10 മിനിറ്റ് എടുത്തിട്ടുള്ളൂ. ഇതിപ്പം എരിവ് ഇല്ല. എരിവ് വേണ്ടവർക്ക് ഇതിനകത്ത് കുറച്ച് പച്ചമുളക് വേണമെങ്കിൽ ചേർക്കാം. മുളക് പൊടി ചേർത്താൽ ഇതിന്റെ കളർ അങ്ങോട്ട് മാറും. അപ്പം അതുകൊണ്ട് പച്ചമുളക് ചേർക്കാം. കുട്ടികൾക്ക് കൊടുക്കണമെങ്കിലും ഇത് എരിവൊന്നും ഇല്ലാത്തതാണ്. വർക്കിംഗ് ലേഡീസ് ആണെങ്കിലും ബാച്ചിലേഴ്സ് ആണെങ്കിലും എല്ലാം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന, രാവിലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തോരനാണ്. അപ്പം ഇതെല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. താങ്ക് യു. Utane tanna